നമസ്കാരം. കേരള ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസ പ്രഖ്യാപനമാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നടത്തിയിരിക്കുന്നത്. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡു 600 കോടി ഈ ഫെബ്രുവരിയിൽ തന്നെ നൽകുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ നൽകും. അത് PF-ൽ ലയിപ്പിക്കും. 1900 കോടി വരും. ഇത് ജീവനക്കാരുടെ DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്കിംഗ് പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് മറ്റ് സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായി ശമ്പള പരിഷ്കരണം നടപ്പാക്കുകയും അതിന്റെ ബാധ്യത ഏറ്റെടുക്കുകയും ചെയ്ത സർക്കാരാണ് കേരളത്തിലേത്. നികുതി വിഹിതം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചതാണ് സംസ്ഥാനത്തിന് കടുത്ത സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെട്ടത്. അത് മനസ്സിലാക്കിയാണ് സർക്കാർ ജീവനക്കാർ സർക്കാരിനോട് സഹകരിച്ചതെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു. കേരളം ടേക്ക് ഓഫിന് തയ്യാറാണെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി പറഞ്ഞിരുന്നു. കടുത്ത ധനപ്രതിസന്ധിയെ കേരളം അതിജീവിച്ചു. ധനഞെരുക്കവും രൂക്ഷമായ അവസ്ഥയിലും വികസന പ്രവർത്തനങ്ങൾക്ക് 1-2 പിണറായി സർക്കാർ കാര്യമായ മുടക്കം വരാതെ മുന്നോട്ട് കൊണ്ടുപോയി. സംസ്ഥാനം ധനഞെരുക്കം നേരിട്ടപ്പോൾ അത് മറച്ചു പിടിക്കാനല്ല, മറിച്ച് ജനങ്ങളോട് അക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോകാനാണ് സർക്കാർ തയ്യാറായത്. കേരള സമ്പദ്ഘടന അതിവേഗം മുന്നേറാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ആഭ്യന്തര വളർച്ച നിരക്ക് കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലാണെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു. അതേസമയം ബജറ്റിൽ വയനാട് പുനരധിവാസ പദ്ധതിക്കായി 850 കോടി ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. 1220 കോടിയുടെ നഷ്ടമാണ് വയനാടിന് സംഭവിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരുണ്യ ചികിത്സാ പദ്ധതിക്കായി 200 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ലൈഫ് പദ്ധതിക്കായി 1160 കോടി രൂപയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2025-26 വർഷം ലൈഫ് പദ്ധതിയിൽ 1 ലക്ഷം വീടുകൾ കൂടി നിർമ്മിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. പ്രവാസികളുടെ കേരളവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ലോക കേരളം കേന്ദ്രം തുടങ്ങും. ഇതിനായി 5 കോടി രൂപ ബജറ്റിലും വകയിരുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം മെട്രോ റെയിലെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം തുടരും. കൊച്ചി മെട്രോയുടെ വികസനവും അതിവേഗ റെയിൽ പാതയ്ക്കുള്ള ശ്രമങ്ങളും തീവ്രമാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ധനകാര്യമന്ത്രി എന്ന നിലയിലുള്ള 5ാമത്തെ സംസ്ഥാന ബജറ്റ് ഇന്ന് അവതരിപ്പിക്കുകയാണ്. സവിശേഷമായ ഒരു ഘട്ടത്തിലാണ് 2ാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്തത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ കേന്ദ്ര അവഗണന കേരളം ഇക്കാലത്ത് നേരിട്ടു. സംസ്ഥാനത്തിന്റെ തനതു വരുമാനത്തിൽ മികച്ച നിലയിൽ വർധനവുണ്ടാക്കിയിട്ടും കേന്ദ്ര വിഹിതത്തിൽ വരുത്തിയ വെട്ടിക്കുറവ് മൂലം നമുക്ക് സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കേണ്ടി വന്നു എന്നാണ് കെ.എൻ. ബാലഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. സാമ്പത്തിക ഞെരുക്കം വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. നിർണായകമായ പല വികസന പദ്ധതികൾക്കും ഇക്കാലയളവിൽ തുടക്കവും കുറിച്ചു. മുൻ സർക്കാരിന്റെ അഭിമാന പദ്ധതികൾ ഒരു മുടക്കവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോയി. സാമൂഹ്യക്ഷേമ രംഗത്തും മെച്ചപ്പെട്ട നിലയിൽ പണം ചിലവഴിച്ചു. ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കത്തിന്റെ തീക്ഷ്ണമായ ഘട്ടത്തെ നാം അതിജീവിച്ചു തുടങ്ങുകയാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ കഴിയുന്നു എന്ന സന്തോഷ വർത്തമാനമാണ് ബജറ്റിന് മുന്നോടിയായി പങ്കുവയ്ക്കാനുള്ളത്. നമ്മുടെ നാടിന്റെ ഭാവിക്ക് മുതൽക്കൂട്ടാകുന്ന നിരവധി പദ്ധതികളും പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു.